വന്യമൃഗാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ യോഗം ചേരാൻ തീരുമാനം. നാളെ രാവിലെ 10:00-ക്കാണ് യോഗം ചേരുകയെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. നഷ്ടപരിഹാരം നൽകുന്നതിനും മറ്റുമായി 2 ഇനങ്ങളിലായി 12 കോടി രൂപയും 18 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും നഷ്ടപരിഹാരം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഫണ്ട് നബാർഡിൻ്റെ സാമ്പത്തിക സഹായം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ച പദ്ധതികൾ സമയബന്ധിതമായി തീർക്കുമ്പോൾ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. തീർച്ചയായും നാളെ ചേരുന്ന യോഗത്തിൽ അത് സംബന്ധിച്ചെല്ലാം എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണുള്ളത്. ജോഷില കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ജോഷില, ഈ വന്യജീവി മനുഷ്യ സംഘർഷം തടയുന്നതിന് പല വിധത്തിലുള്ള പദ്ധതികൾ പരിശോധിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഏത് വിധേനയും ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. പലതരത്തിലുള്ള സമിതികളടക്കം രൂപീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് ഇരയാകുന്നവർക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ വേഗത്തിൽ തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമ്പോൾ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിലൊരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും എന്ന ശുഭപ്രതീക്ഷയാണോ ഇപ്പോൾ മന്ത്രി പങ്കുവച്ചത്? തീർച്ചയായും മനു, മന്ത്രി പങ്കുവച്ച കാര്യം നാളെ 10:00-ക്ക് തന്നെ ഉന്നതാധികാര സമിതി യോഗം ചേരും. ഈ യോഗത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായിരിക്കും. അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് മന്ത്രി തുടങ്ങി 5 വകുപ്പ് തല മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ മന്ത്രിതല ചർച്ചയാണ് യോഗമാണ് നാളെ ചേരുക. ആ യോഗത്തിൽ ഈ ഒരു പ്രശ്നം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെയും മനുഷ്യരുടെയും സംഘർഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായ വന്യജീവി ആക്രമണത്തിലുണ്ടായ നഷ്ടപരിഹാരങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഫലപ്രദമായി ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ള കാര്യം കൃത്യമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്തായാലും നാളെ 10:00-ക്ക് യോഗം ആരംഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതായിരുന്നു ഏറ്റവും മുന്നിൽ ബന്ധുക്കളടക്കം നിർദ്ദേശിച്ച കാര്യം. കാട്ടുപോത്തിനെ കുത്തിയ കാട്ടുപോത്തിനെ കൊല്ലണം എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അത് വൈകുന്നത് എന്നുള്ളൊരു ആശങ്ക മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ വന്യമൃഗങ്ങൾ തങ്ങളുടെ പരിധിയിലല്ല, കാരണം കാട്ടിൽ വിഹരിക്കുന്നവയാണ്. ഈ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമത്തെ വളരെ നിസ്സാരമായി തള്ളരുത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഉദ്യോഗസ്ഥർ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടുപോത്തിനെ കണ്ടെത്തി വെടിവെച്ച് കൊല്ലാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ടെത്തിയാൽ ഉടൻ വെടിവെച്ച് കൊല്ലും എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഒരു കാര്യം പറഞ്ഞത്, അതിരപ്പള്ളിയിൽ കണ്ടെത്തിയ അവശനായ ആനയുടെ കാര്യത്തിൽ കോടനാട് നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തി പരിശോധിക്കുകയാണ് ആനയെ. അവർ അതിനെ സുഖപ്പെടുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാർ എന്നുള്ള കാര്യവും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. മനു, ശരി ജോഷിലാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്. അല്പസമയം മുമ്പാണ് വനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.